ഭയങ്കര കൺഫ്യൂസ്ഡ് ഫീലിംഗ് ആണ് എനിക്ക്. കോളേജിൽ നിന്ന് വരുമ്പോൾ വിശപ്പ് കാരണമാണോ എന്ന് അറിയത്തില്ല, എനിക്ക് തീരെ ക്ഷമയില്ല. ഞാൻ എടുത്ത പാടെ എൻ്റെ കയ്യിൽ നിന്ന് ഒരു മുട്ട താഴെ വീണ് പൊട്ടി. പിന്നെ ഇനി ആകെ ഉള്ളത് ഒരു മുട്ടയും പിന്നെ ഒരു യോഗട്ടും. അപ്പോഴാണ് ഞാൻ എല്ലാവരും ചെയ്യുന്ന ഈ ടർക്കിഷ് എഗ്ഗോസ് ചിൽബർ എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കാൻ നിർത്തിയത്. പിന്നെ ഒരു ചായയും കൂടി ഇടാമെന്ന് വിചാരിച്ചു. ചായ ഇട്ടപ്പോഴാണ് ഈ യോഗട്ടും ഇതും കൂടി ഇനി പിരിഞ്ഞാലോ എന്ന് വിചാരിച്ചു അതെടുത്ത് ഞാൻ മാറ്റി. എന്നിട്ട് നമ്മുടെ മുട്ട എടുത്തിട്ട് ഒരു 1 സൈഡ് ബുൾസൈ ആക്കുക. അതേ പാനിലേക്ക് ബട്ടറോ ഒരു ഇച്ചിരി മുളക് പൊടിയും കൂടി ഇതാക്കിയിട്ട് ഒന്ന് ഹീറ്റ് ചെയ്തെടുക്കുക. ഈ ഒരു പാനീയം നമ്മളുടെ ആ യോഗട്ടിൻ്റെ മുട്ടയുടെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ഡെക്കറേഷൻ ഇച്ചിരി ഒറിഗാനോയും ചില്ലി ഫ്ലേക്കും ഇട്ട് കൊടുക്കുക. ഇതൊന്നും അല്ല കേട്ടോ ട്രഡീഷണൽ രീതി. ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് വെച്ച് തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്ന. പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ബ്രെഡ് ടോസ്റ്റും കൂടി ഉണ്ടാക്കി കേട്ടോ. അങ്ങനെ എല്ലാവരും കഴിക്കുന്ന കണ്ടേ. ഇന്നതിൻ്റെ ടേസ്റ്റ് എന്ന് പറയാൻ താരതമ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന് മുന്നേ ഞാൻ ഇങ്ങനെ കഴിച്ചിട്ടില്ല. യോഗർട്ടിൻ്റെ മുട്ടയുടെ ചില്ലി ഫ്ലേക്സിൻ്റെയും ഇച്ചിരി ബട്ടറിൻ്റെയും ടേസ്റ്റ് ഭയങ്കര കൺഫ്യൂസ്ഡ് ഫീലിംഗ് ആണ് എനിക്ക്. എന്താ ഇതിനെക്കുറിച്ച് പറയുന്നത് മനസ്സിലാകുന്നില്ല. ഇനി ഇതെങ്ങനെ തന്നെയാണോ ഉണ്ടാക്കുന്നത് കൊണ്ടാണോ എന്താണോ എനിക്ക് അത്രയ്ക്ക് അങ്ങ് ദഹിച്ചിട്ടില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ എൻ്റെ ചായ കുടിച്ചിട്ട് പോയി. അപ്പോൾ ടാറ്റ.